ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ EMT10 ഞാൻ പരിചയപ്പെടുത്തുകയുണ്ടായി. ഒരു പോളിമറാണ്. നമ്മളിപ്പോൾ കാർബോപോളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അതായത് ഇതിൻ്റെയൊക്കെ ഒരു ടിക്കുമത്ത് എന്ന് പറഞ്ഞാൽ PH ആണ്. ഇപ്പോൾ കാർബോപോൾ ഉപയോഗിക്കുന്നവർക്ക് അറിയാം, അതിൽ TA എന്ന് പറയുന്നൊരു കെമിക്കൽ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് അതിൻ്റെ PH അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ട് ആ കൺസിസ്റ്റൻസിയിൽ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു പോളിമറാണ് ഇതും. നാച്ചുറൽ അല്ല EMT10 എന്ന് പറയുന്നത്. അത് നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർബോമർ അപേക്ഷിച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് ഓയിലിൽ ആഡ് ചെയ്യാം, ഇത് നമുക്ക് ഫേസ് ക്രീം ആയിട്ട് ഉണ്ടാക്കാം. അതായത് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഏതൊരു സാധനത്തിനും നമുക്കിത് ഗമ്മും എല്ലാം കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന അതിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനൊരു ബോഡി ക്രീം കാണിച്ചപ്പോൾ ഞാൻ പറയണ്ടായി, ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഷാമ്പു ഉണ്ടാക്കാനാണ് എന്ന്. കാരണം നാച്ചുറൽ ആയിട്ടുള്ള, അതായത് എക്കോ സർട്ടിഫൈഡ് പ്രിസർവേറ്റീവ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ PH താഴെ പോകും. അതുപോലെ തന്നെ നാച്ചുറൽ എന്ന് പറയുമ്പോൾ നാച്ചുറൽ പ്രൊഡക്റ്റിൽ നിന്ന് ഡിറൈവ് ചെയ്തു വരുന്ന സോപ്പ് പോലെയുള്ള സർഫക്റ്റൻ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോഴും എന്തുണ്ടാവും, PH ഭയങ്കരമായിട്ട് മേലെ പോകും. ഇപ്പോൾ 10-11 കൊക്കോ ഗ്ലൂക്കോസൈഡ് പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ PH ഭയങ്കരമായിട്ട് മേലെ പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് വളരെ ഇഫക്റ്റീവാണ്. നമ്മൾ കറക്റ്റ് വേറെ ഒന്നും നമ്മൾ PH അഡ്ജസ്റ്റ് ചെയ്യുകയൊന്നും വേണ്ട. പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ PH താഴെ പോവുകയാണ് ചെയ്യുന്നത്. ഷാമ്പു ട്രൈ ചെയ്തു. 1 ക്ലാരിഫൈഡ് ഷാമ്പു, 2 കണ്ടീഷണർ. അതായത് കണ്ടീഷനിങ് ഷാമ്പു ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൽ ചെറിയൊരു പെർസെൻറ്റേജ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ EMT10 അതിന് വർക്ക് ചെയ്യും. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലിയർ ഷാമ്പു എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. ഞാൻ 50 ml ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഫോമുല ലാസ്റ്റ് കൊടുക്കാം. ആദ്യം ഞാൻ പ്രൊസീജിയർ പറയാം. അതുപോലെ തന്നെ ഇത് ബേസിക് ആണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട്, ഇപ്പോൾ ഞാൻ പ്ലെയിൻ വാട്ടർ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ താളി എടുത്തിട്ട് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ല കണ്ടീഷനിങ് കൊടുക്കുന്നതും അല്ലെങ്കിൽ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹെർബ്സ് ആഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഷാമ്പു ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് വെള്ളം അളന്നെടുക്കാം. അപ്പോൾ വാട്ടറും അലോവേര ജ്യൂസും ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വാട്ടർ 26.12ഉം അലോവേര ജ്യൂസ് 6.45 ആണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ അലോവേര ജ്യൂസ് ഞാൻ മെയിനായിട്ട് ഉപയോഗിച്ചത് ഒരു കണ്ടീഷനിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ടെക്സ്ചർ മുടിക്ക് കൊണ്ടുവരാനായിട്ടാണ്. ഇതാണ് EMT10. ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചായിരുന്നു. വളരെ തിന്നായിട്ടുള്ള കാർബോമർ പോലെ തന്നെയാണ് ഈ പൗഡർ ഇരിക്കുന്നത്. അപ്പോൾ ഞാനത് ഉപയോഗിച്ചത് 0.55, അതായത് ഞാൻ 100ൽ പറയുകയാണെങ്കിൽ 1.10 ആണ് ഞാൻ എടുത്തത്. 1% ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഇത്തിരി തിക്നെസ് ഒന്നും കൂടി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ 1.10. അപ്പോൾ അതിനർത്ഥം 50ക്ക് നമുക്ക് 50.55. എന്നിട്ട് ഇത് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 5-6 മണിക്കൂർ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് ഇങ്ങനെ കിട്ടും. ഇത് കഴിഞ്ഞിട്ട് നല്ല ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത്. ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് 50 ml ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ബ്ലെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് SCCI പൗഡർ. ഇത് ഞാൻ ഇതിനു മുൻപ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സോഡിയം കൊക്കോയിൽ എസിത്തിനേറ്റ് എന്ന് പറയുന്ന ഒരു പൗഡറാണിത്. ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ ബേബി പ്രോഡക്റ്റിൽ പോലും യൂസ് ചെയ്യുന്നതാണ്. കോക്കനട്ടിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നതാണ്. ഒത്തിരി നല്ലതാണ്. അത് ഞാൻ 1.5 50 ml ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 1.5 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം ഇത് നമ്മൾ ഇതിലേക്ക് ഈ വെച്ചിരിക്കുന്ന നമ്മൾ EMT10 കലക്കി വെച്ചിരിക്കുന്ന ആ പേസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ലിക്വിഡിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് അത്ര ഈസി ആയിട്ട് ഇതിൽ ഡിസോൾവ് ആവില്ല. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ, കുറച്ച് നേരം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹാൻഡ് ബ്ലെൻഡറൊക്കെ ഉപയോഗിച്ചാലാവും. പക്ഷേ ഒന്ന് ചൂടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹാൻഡ് ബ്ലെൻഡറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഫോം വരും. അതൊരു വലിയൊരു തലവേദന. ഇനി ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ച് ചൂടാക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയ ചെറിയ തരികൾ കാണും. അതൊക്കെ കംപ്ലീറ്റ് ഡിസോൾവ് ആവണം. ഇത് ശരിക്കും അതിലേക്ക് അലിഞ്ഞു ചേരാതെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തരി അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് അതിലേക്ക് അലിഞ്ഞു ചേർന്നു എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത് ശരിക്കും നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കൊക്കോ ഗ്ലൂക്കോസൈഡ് ആണ്. കൊക്കോ ഗ്ലൂക്കോസൈഡ് എന്ന് പറയുന്നത് അതും ഒരു സർഫക്റ്റൻ്റ്, അതുപോലെ സോപ്പ് പോലെയുള്ള SCCI പോലെയാണ്. ഇതിൽ 2 സർഫക്റ്റൻറ്റും പിന്നെ ഒരു ഫോം ബൂസ്റ്റർ CAB എന്ന് പറയും. അതും ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. മുന്നേ ചെയ്ത ഷാമ്പൂലും ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3ഉമാണ് നമ്മൾ മെയിനായിട്ട്, അതായത് ഡേർട്ടൊക്കെ വാഷ് ചെയ്ത് കളയാനും അറ്റ് ദ സെയിം ടൈം സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. 3ഉം നാച്ചുറലി ഡിറൈവ് ചെയ്ത് വന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് കൊക്കോ ഗ്ലൂക്കോസൈഡ്. ഇത് ആഡ് ചെയ്യേണ്ടത് 6%. അതുപോലെ CAB എന്ന് പറയുന്ന സാധനവും ആഡ് ചെയ്യേണ്ടത് 6% തന്നെ.
SCI എന്ന് പറയുന്നത് pH അത് ആഡ് ചെയ്താലും pHന് വലിയ വേരിയേഷൻ ഒന്നും വരില്ല. അത് 5 നിൽക്കും. പക്ഷേ ഈ കൊക്കോ ഗ്ലൂക്കോസൈഡും കാപ്പും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടനടി അതിൻ്റെ pH ഒരു 8 9 ഒക്കെ വരും. EMT10 അങ്ങനെയാണ്. അത് നമ്മൾ pH കൂടുന്തോറും അതിൻ്റെ കട്ടി കൂടി വരും പ്രൊഡക്റ്റിൻ്റെ. അപ്പോൾ ഇതിപ്പോൾ കണ്ടോ ഉള്ളതിനേക്കാളും ഒന്നും കൂടി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രിസർവേറ്റീവ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് 0.5 ആണ്. എനിക്കിങ്ങനെ പ്യുവർ വൈറ്റ് ആയിട്ടിരിക്കുന്നത് അത്ര ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2-3 ഡ്രോപ്പ് ഞാൻ മഞ്ചിഷ്ട എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്ക ഇല്ലേ, മിക്കയുടെ പൗഡർ ഒരു പേൾ ഇതിൽ ചില ഷാമ്പുകൾ ഇങ്ങനെ തിളങ്ങണ പോലെയുള്ള അതുപോലെയൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക പൗഡർ വേണമെങ്കിൽ അതൊക്കെ ടെക്സ്ചർ നമുക്കൊരു ഭംഗിക്ക് വേണ്ടി. മഞ്ചിഷ്ട ശരിക്കും ഹെയറിനൊക്കെ നല്ലതാണ്. അതിന് വേണ്ടിയാണ് ഞാനത് ഒരു 2-3 ഡ്രോപ്പ് ഗ്ലിസറിനാണത് ആഡ് ചെയ്ത് കൊടുത്തത്. ഇതിലേക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഷാമ്പൂവിൽ ഗ്ലിസറിൻ ആഡ് ചെയ്യാം കേട്ടോ. മുടിക്ക് ഷൈനിങ് കൊടുക്കുന്ന ഒരു സാധനം തന്നെയാണ്. അടുത്തത് ഞാൻ എന്താ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുത്തു 0.5. ഇനി അത് ഇളക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറി മാറി വരും. അതായത് ഒന്നും കൂടി ലൂസിലേക്ക് അത് വരും. കാരണം pH ഇപ്പോൾ കുറഞ്ഞ് ഒരു 5.57 എത്തിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ഫ്രാഗ്രൻസ് ഓയിൽ. ഞാൻ ചെറി ബ്ലോസം ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. അതൊരു 0.37, അതായത് ഞാൻ 100-ൽ ഞാനതൊരു 0.75 1% വരെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രാഗ്രൻസോ എസെൻഷ്യൽ ഓയിലൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്ക് വാഷ് ചെയ്ത് കളയുന്ന സാധനമല്ലേ. പിന്നെ പോളികണ്ടോനിയം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിക്ക് നല്ലൊരു കണ്ടീഷനിങ് എഫക്റ്റ് കൊടുക്കാനായിട്ടാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും ഞാനൊരു 5% 100-ൽ, അപ്പോൾ 2.5 ഞാനത് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. PQ7 നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അതിന് പകരം ഒലീവിയം 300 ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഈ പറഞ്ഞ മാതിരി നല്ലൊരു കണ്ടീഷനിങ് എഫക്റ്റ് കൊടുക്കുന്ന നാച്ചുറലി ഡിറൈവ് ചെയ്ത് വന്നതാണ്. ഈ PQ7 നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി ഇത് നമ്മൾ ഒരു ദിവസം വെക്കണം. അപ്പോൾ അത് കഴിയുമ്പോഴാണ് ഈ ടെക്സ്ചർ മാറി നമുക്ക് ക്ലാരിഫൈഡ് ആയിട്ടുള്ള നല്ല ക്ലിയർ ഷാമ്പു നമുക്ക് കിട്ടുള്ളൂ. ഈ ടെക്സ്ചർ ആയിരിക്കില്ല നമ്മളത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മളിത് മുടി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ ഷാമ്പു ഇട്ട് അധികം പതയുണ്ടാവില്ല, അതിന് വളരെ അധികം ക്വാണ്ടിറ്റി വേണ്ടി വരില്ല. പിന്നെ ഓയിൽ ഒത്തിരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കണം. പിന്നെ മുടി അത് കഴിഞ്ഞിട്ട് ഫ്രിസി ആയിട്ട് തോന്നുകയാണെങ്കിൽ തന്നെ നമ്മൾ ഏതെങ്കിലും അലോവേര ജെല്ലോ അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ക്രീം ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി ഒരിക്കലും പൊട്ടിപ്പോവില്ല. അതുപോലെ മുടിയിലെ സ്കാപ്പ് ചൊറിച്ചിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്കൊരു സൊല്യൂഷനാണ് നമ്മൾ നാച്ചുറലായിട്ടുള്ള ഈ സർഫക്റ്റൻ്റ് ഉപയോഗിച്ച് നമ്മൾ ഷാമ്പു ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മൾ ശരിക്കും കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളൊരു ദിവസം വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഷാമ്പു, നല്ല ഭംഗിയായിട്ട് ക്ലാരിഫൈഡ് ഷാമ്പു. ചെറി ബ്ലോസം ഫ്രാഗ്രൻസ് ഓയിൽ നല്ലൊരു മണം തരുന്നൊരു ഫ്രാഗ്രൻസ് ഓയിലാണ്. അത് നമുക്ക് ഷാമ്പൂവിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.